ഇന്നത്തെ ക്ലാസ് നമ്മൾ ചെയ്യുന്നത് ഇംഗ്ലീഷ് തീരെ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. അതായത് കുറച്ച് വാക്കുകളൊക്കെ ഇംഗ്ലീഷിൽ അറിയാം, പക്ഷേ ഈ വാക്കുകൾ ഉപയോഗിച്ച് എങ്ങനെ സെന്റൻസസ് ഉണ്ടാക്കണം, ഓരോ സിറ്റുവേഷൻ വരുമ്പോൾ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ സംസാരിക്കേണ്ടത്, സെന്റൻസസ് ഉണ്ടാക്കാൻ തന്നെ അറിയില്ല, അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. അപ്പൊ ഇതുപോലത്തെ ഇതേ സെയിം തീരെ ഇംഗ്ലീഷ് അറിയാത്തവർക്ക് വേണ്ടിയിട്ട്, അതായത് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള കുറേ വീഡിയോസ് നമ്മൾ ഇതിനു മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്ന ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലെസൺ 1 തൊട്ട് ഈ ക്ലാസ്സസ് കംപ്ലീറ്റ് ആയിട്ട് കാണാം. അതായത് ആദ്യത്തെ ക്ലാസ് തൊട്ട്, ഇപ്പോൾ ഒരു 5-6 വീഡിയോസ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ ക്ലാസ് തൊട്ട് നിങ്ങൾ കാണുകയാണെങ്കിൽ, ആ പ്ലേലിസ്റ്റ് മുഴുവൻ നിങ്ങൾ കണ്ടിട്ട് ഈ വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ലെസൺ 1 തൊട്ട് കാണാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ വീഡിയോ മാത്രം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ടാവും. അതുകൊണ്ടാണ് ലെസൺ 1 തൊട്ട് കാണാൻ പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ ലെസണിൽ നമ്മൾ പഠിച്ചത് ഒരു കാര്യം ചെയ്യുകയായിരുന്നു എന്നെങ്ങനെ പറയാമെന്നാണ്. അതായത് ഞാൻ പഠിക്കുകയായിരുന്നു, ഞാൻ യാത്ര ചെയ്യുകയായിരുന്നു, ഞാൻ സംസാരിക്കുകയായിരുന്നു, അല്ലെങ്കിൽ ഞാൻ ക്ലാസ്സിലോട്ട് പോവുകയായിരുന്നു, ഇങ്ങനത്തെ കാര്യങ്ങൾ എങ്ങനെ ഇംഗ്ലീഷിൽ നമുക്ക് പറയാമെന്നാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. അതായത് വാസും വേറും എവിടെയൊക്കെ കറക്റ്റായിട്ട് യൂസ് ചെയ്യണം, അത് യൂസ് ചെയ്ത് എങ്ങനെ സെൻറ്റൻസസ് ഉണ്ടാക്കണം എന്നാണ് നമ്മൾ പഠിച്ചത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്, നമ്മൾ പറയാറില്ലേ എനിക്കൊരു കാറുണ്ട്, അവന് വീടുണ്ട്, ഞാൻ ഈ സിനിമ ഇതിനു മുൻപേ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ എനിക്ക് നാളെ ഒരു കല്യാണമുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പറയില്ലേ. ഇതൊക്കെ നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയും എന്നാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. അതായത് ഒരു കാര്യം ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു കാര്യം നമ്മുടെ കൈവശമുണ്ട്, അല്ലെങ്കിൽ നമുക്കൊരു പരിപാടിയുണ്ട്, ചേട്ടനുണ്ട്, അങ്ങനത്തെ കാര്യങ്ങൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം എന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുന്നേ ആയിട്ട് ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അല്ലെങ്കിൽ ഞങ്ങളെ ഫോളോ ചെയ്യുക. കാരണം ഇതേപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള സ്പോക്കൺ ഇംഗ്ലീഷ് റിലേറ്റഡ് ആയിട്ട്, അതായത് നിങ്ങളെ ഇംഗ്ലീഷിൽ സംസാരിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന തരത്തിലുള്ള വീഡിയോസാണ് നമ്മൾ ഡെയിലി പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ട് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. നമ്മളിന്ന് നേരത്തെ പറഞ്ഞല്ലോ, ഒരു കാര്യം നമ്മൾ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ നമുക്കൊരു കാര്യം നമ്മുടെ കൈവശം ഉണ്ട്, ഇതൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഹാസും ഹാവും നമ്മൾ യൂസ് ചെയ്യുന്നത്. എന്തൊക്കെയാണ്? ഒന്ന് ഹാസ്, മറ്റൊന്ന് ഹാവ്. നിങ്ങൾ എന്തായാലും കേട്ടിട്ടുണ്ടാവും. ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കാൻ ശ്രമിക്കുന്നവരാണ്, അല്ലെങ്കിൽ ഇംഗ്ലീഷ് പഠിക്കാൻ ശ്രമിക്കുന്നവരാണെങ്കിൽ, വായിക്കുന്നവരും ഇംഗ്ലീഷ് മൂവീസ് ഒക്കെ കാണുന്നവരാണെങ്കിൽ എന്തായാലും ഹാസും ഹാവും കേട്ടിട്ടുണ്ടാവും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 വാക്കുകളാണ്. ഇത് അറിയാതെ നമുക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മളിത് പല സ്ഥലത്ത് കേട്ടിട്ടുണ്ടെങ്കിലും ഇത് കറക്റ്റായിട്ട് എവിടെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് എത്ര പേർക്ക് അറിയാം? കൺഫ്യൂഷൻ ആണ് അല്ലേ? ഇവിടെ ഹാസ് യൂസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഹാസ് ഹാവ് ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുമോ? എന്താ ഇത് തമ്മിലുള്ള വ്യത്യാസം? അങ്ങനെ കുറേ ഡൗട്ട്സ് ഉണ്ടാവും. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾ മുഴുവൻ കണ്ടു നോക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ ഈ ഡൗട്ട്സ് എല്ലാം ക്ലിയർ ആവും. അപ്പോൾ വീഡിയോ മുഴുവനും കണ്ടു നോക്കുക. ഇപ്പം നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ സമയമില്ലെങ്കിൽ ക്ലാസ് ഡൗൺലോഡ് ചെയ്ത് വയ്ക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ക്ലാസ് ഡൗൺലോഡ് ചെയ്ത് വയ്ക്കുക. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, പിന്നീട് സമയമുള്ളപ്പോൾ കാണുന്ന സമയത്ത് ഇതുപോലത്തെ വലിയ ബുക്കൊന്നും വേണ്ട, ഒരു ചെറിയ ബുക്ക് കയ്യിലുള്ളത് നല്ലതായിരിക്കും. ഞാൻ പറയുന്ന കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഈ വീഡിയോ വന്ന് കാണണം എന്നില്ല, ജസ്റ്റ് നിങ്ങൾ എഴുതിയ കാര്യങ്ങൾ തന്നെ ഒന്നുകൂടെ ഒന്ന് നോക്കിയാൽ മതി. ഓക്കെ, അപ്പം ഹാസും ഹാവും നമ്മൾ ഫസ്റ്റ് അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ കയ്യിൽ ഒരു വസ്തു ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ കൈവശം എന്തെങ്കിലും ഒരു സാധനം ഉണ്ട് എന്ന് പറയാനും, അതേപോലെ തന്നെ നമുക്കൊരു റിലേഷൻ ഉണ്ടെന്ന് പറയാനും, അതായത് ചേച്ചിയുണ്ട്, അനിയനുണ്ട്, അങ്ങനെ പറയാനും, അതേപോലെ നമ്മളൊരു കാര്യം കഴിക്കാറുണ്ട് അല്ലെങ്കിൽ കുടിക്കാറുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടും, നമുക്കൊരു പരിപാടി ഉണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ടും, അതേപോലെ നമ്മളൊരു കാര്യം ചെയ്തിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടുമാണ്. എല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് ഒത്തിരി കൺഫ്യൂഷൻ ഉണ്ടാവും. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഓരോന്നോരോന്നായിട്ട് നോക്കും, അപ്പം പേടിക്കേണ്ട. സോ ഹാസും ഹാവും ഒരേപോലെ ഇങ്ങനത്തെ സിറ്റുവേഷൻസിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒരാളെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നതെങ്കിൽ അവിടെ ഹാസ് ആണ് യൂസ് ചെയ്യേണ്ടത്. അതായത് ഇപ്പോൾ ഒരാളെന്ന് പറയുമ്പോൾ അത് പേരും ആകാം കേട്ടോ. ഫോർ എക്സാമ്പിൾ, എൻ്റെ കയ്യിൽ ഒരു പുസ്തകമുണ്ട്. ഇപ്പം എൻ്റെ കയ്യിലുണ്ട്, എന്തുണ്ട്? പുസ്തകമുണ്ട്. എൻ്റെ പേരെന്താ? രേവതി. അപ്പോൾ രേവതിയുടെ കയ്യിൽ ഒരു പുസ്തകമുണ്ട് എന്നെങ്ങനെ പറയും? രേവതി ഹാസ്. രേവതിക്കുണ്ട് എന്തുണ്ട്? പുസ്തകമാണുള്ളത്. സോ രേവതി ഹാസ് എ ബുക്ക്, അല്ലെങ്കിൽ രേവതി ഹാസ് മെനി ബുക്സ്, അല്ലെങ്കിൽ രേവതി ഹാസ് എ പെൻ, രേവതി ഹാസ് എ നോട്ട് ബുക്ക്. അങ്ങനെ ഉണ്ട് എന്ന് പറയാൻ വേണ്ടി നമ്മൾ എന്താ യൂസ് ചെയ്യുക? നമ്മൾ ഹാസ് ആണ് യൂസ് ചെയ്യുക ഒരാളുടെ കേസിൽ. അപ്പോൾ ഹാവ് എവിടെയാണ് യൂസ് ചെയ്യുക? അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ആളുകളുടെ കാര്യം പറയുമ്പോൾ നമ്മൾ എന്താ യൂസ് ചെയ്യുക? അവിടെയാണ് നമ്മൾ ഹാവ് യൂസ് ചെയ്യുക. ഇപ്പോൾ ഉദാഹരണത്തിന്, അവർക്ക് ഒരു കാറുണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾക്കൊരു വീടുണ്ട്, അങ്ങനെയൊക്കെ നമ്മൾ പറയുകയാണെങ്കിലോ ഒന്നിൽ കൂടുതലാണല്ലേ. അവരെന്ന് പറയുമ്പോഴും ഞങ്ങളെന്ന് പറയുമ്പോഴും ഒക്കെ ഒന്നിൽ കൂടുതലാണ്. അതല്ലെങ്കിൽ എൻ്റെ സുഹൃത്തിനും എനിക്കും എന്ന് പറയുകയാണെങ്കിലോ അവിടെയും ഒന്നിൽ കൂടുതലാണ്. 2 പേരുടെ കാര്യമാണ് നമ്മൾ പറയുന്നത്. എൻ്റെ കൂട്ടുകാർക്ക്, അവിടെയും ഒന്നിൽ കൂടുതൽ ആളുകളുണ്ട് അല്ലേ.
അപ്പം നമ്മൾ ഒന്നിൽ കൂടുതൽ ആളുകളുടെ കാര്യം പറയുമ്പോൾ അവിടെയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഹാവ് യൂസ് ചെയ്യുന്നത്. ഒന്നിൽ കൂടുതൽ ആളുകൾ ഉണ്ടാവും, 2 പേരായിരിക്കാം, 100 ആളുകളായിരിക്കാം. ഒന്നിൽ കൂടുതലാണെങ്കിൽ അവരുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ട് എന്ന് പറയാൻ വേണ്ടി നമ്മൾ എന്ത് യൂസ് ചെയ്യും? ഹാവ് ആണ് യൂസ് ചെയ്യുക. ഓക്കെ, മനസ്സിലായില്ലേ? ക്ലിയർ ആയില്ലേ? നമുക്ക് 2-3 എക്സാമ്പിൾസ് നോക്കാം. ഒന്ന്, അവർക്ക് നല്ലൊരു മനോഹരമായിട്ടുള്ള വീടുണ്ട്. അവർക്ക് നല്ല മനോഹരമായിട്ടുള്ള വീടുണ്ട്. സോ നമ്മൾ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം? സെന്റൻസ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നത്? മലയാളത്തിൽ പറയുമ്പോൾ അവർക്ക് നല്ല മനോഹരം ഒക്കെ ഉണ്ടെങ്കിലും ഇംഗ്ലീഷിൽ നമുക്ക് അവർക്കുണ്ട് എന്ന് പറഞ്ഞു വേണം സ്റ്റാർട്ട് ചെയ്യാൻ. സോ അവർക്കുണ്ട്, ദേ ഹാവ്. ഞങ്ങൾക്കുണ്ടെന്നാണെങ്കിൽ വി ഹാവ്. ഓക്കെ, സോ അങ്ങനെ അവർക്കുണ്ട്, ദേ ഹാവ്. ഇനി എന്താണ് അവർക്കുള്ളത്? അതാണ് നമ്മൾ അവസാനം പറയേണ്ടത്. മനോഹരമായ അല്ലെങ്കിൽ സുന്ദരമായ ഒരു വീട്. ദേ ഹാവ് എ ബ്യൂട്ടിഫുൾ ഹോം. ദേ ഹാവ്, അവർക്കുണ്ട് സുന്ദരമായ അല്ലെങ്കിൽ മനോഹരമായ വീട്. എ ബ്യൂട്ടിഫുൾ ഹോം, അവർക്കൊരു മനോഹരമായ വീടുണ്ട്. സിമ്പിൾ അല്ലേ? അപ്പൊ അവർക്ക്, ഞങ്ങൾക്ക് എന്നൊക്കെ ഒന്നിൽ കൂടുതൽ ആളുകളുടെ കാര്യം പറയുമ്പോൾ എൻ്റെ കൂട്ടുകാർക്കുണ്ട്, അല്ലെങ്കിൽ എൻ്റെ അച്ഛനും അമ്മയ്ക്കുമുണ്ട്, അങ്ങനെ എൻ്റെ സുഹൃത്തുക്കൾക്കുണ്ട്, അങ്ങനെ ഒന്നിൽ കൂടുതൽ ആളുകളുടെ കാര്യം പറയുമ്പോൾ അവർക്കുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഹാവ് ആണ് യൂസ് ചെയ്യേണ്ടത്. അവിടെയാണ് ഹാവിൻ്റെ ഹാസിൻ്റെ വ്യത്യാസം. വേറൊരു വ്യത്യാസമുണ്ട്. നമ്മൾ നിനക്ക്, എനിക്കുണ്ട്, നിനക്കുണ്ട് അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ എന്താ യൂസ് ചെയ്യുക? ഹാസ് ആണോ ഹാവ് ആണോ? അതെല്ലാവർക്കും കൺഫ്യൂഷൻ ഉണ്ടാവാൻ ചാൻസ് ഉള്ളൊരു കാര്യമാണ്. കാരണം എനിക്ക് അല്ലെങ്കിൽ ഞാനെന്ന് പറയുമ്പോഴത്തേക്കും ഒരാളല്ലേ ഉള്ളൂ, നിനക്ക് അല്ലെങ്കിൽ നീ എന്ന് പറയുമ്പോഴത്തേക്കും ഒരാളേ ഉള്ളൂ അല്ലേ? പക്ഷെ നമ്മൾ ഐയുടെ കൂടെയും, ഞാൻ അതായത് എനിക്ക് ഐയുടെ കൂടെയും, നീ നിനക്ക് യുവിൻ്റെ കൂടെയും എപ്പോഴും എന്താ യൂസ് ചെയ്യുക? ഹാവ് ആണ് യൂസ് ചെയ്യുക. ഒരിക്കലും നമ്മൾ ഹാസ് യൂസ് ചെയ്യില്ല. അതെന്താ കാരണം എന്ന് വെച്ചാൽ ഇംഗ്ലീഷിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്ന ഒരു വാക്കാണ് ഐ എന്ന് പറയുന്നത്. അപ്പോൾ ഐ എന്ന് പറയുന്നത് ബാക്കിയുള്ള റൂൾസ് അതിന് ബാധകമല്ല. സോ ഐയുടെ കൂടെ നമ്മൾ ഹാവേ യൂസ് ചെയ്യുള്ളൂ. ഐ നമ്മൾ ഇവിടെ ഹാവ് ആണ് യൂസ് ചെയ്യുക. ഇനി അതേപോലെ യു എന്ന് പറയുമ്പോഴത്തേക്കുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, യു എന്ന് പറയുമ്പോൾ ഒരാളാകാം, പക്ഷേ ഒന്നിൽ കൂടുതൽ ആളുകളും ആകാം. മലയാളത്തിൽ നമ്മൾ ഒരാളാണെങ്കിൽ നീ, താങ്കൾ എന്നൊക്കെ പറയും. പക്ഷെ ഒന്നിൽ കൂടുതൽ ആളുകളാണെങ്കിൽ നിങ്ങൾ എന്നൊക്കെയാണ് അഭിസംബോധന ചെയ്യുക. ഇംഗ്ലീഷിൽ അങ്ങനെയല്ല. ഒന്നിൽ കൂടുതൽ ആളുകളാണെങ്കിലും ഒരാളാണെങ്കിലും നമ്മൾ യു എ പറയുള്ളൂ. സോ യുവിൻ്റെ കൂടെ നമ്മൾ എപ്പോഴും ഹാവ് ആണ് യൂസ് ചെയ്യുക. സോ ഐയുടെ കൂടെയും യുവിൻ്റെ കൂടെയും നമ്മൾ എന്താ യൂസ് ചെയ്യുക? ഹാവ് ആണ് യൂസ് ചെയ്യുക. അപ്പം അത് ഒരു നിങ്ങൾ ഓർമ്മയിൽ വെച്ചിരിക്കണം. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പറയാണ്, എനിക്കൊരു കാർ ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ ഐ ഹാസ് എ കാർ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഐ ഒരാളല്ലേ ഉള്ളൂ, അവിടെ ഹാസ് അല്ലേ ടീച്ചറെ യൂസ് ചെയ്യണ്ടേ, അങ്ങനെ വിചാരിക്കരുത്. ഐയുടെ കൂടെ നമുക്ക് ഹാവേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഐ ഹാവ് എ കാർ. എനിക്കൊരു കാറുണ്ട്, ഐ ഹാവ് എ കാർ. ഇനി എനിക്ക് ഒരാളോട് പറയണം, എന്താ നിനക്ക് നിൻ്റെയിലുള്ള പേന നല്ല പേനയാണ്, നിനക്കൊരു നല്ല പേനയുണ്ടെന്ന് പറയണമെങ്കിൽ എങ്ങനെ പറയാൻ പറ്റും? യു ഹാവ് എ ഗുഡ് പെൻ. യു ഹാവ് എ ഗുഡ് പെൻ എന്ന് പറയും. സോ യുയുടെ കൂടെയും ഹാവ് ആണ്. യു എന്ന് പറയുമ്പോൾ ഒരാളല്ലേ ഉള്ളൂ, യു ഹാസ് യൂസ് ചെയ്തൂടെ, അങ്ങനത്തെ കൺഫ്യൂഷൻ ഒന്നും പാടില്ല. ഇപ്പം ഞാൻ പല സിറ്റുവേഷൻ പറഞ്ഞായിരുന്നു ഹാവും ഹാസ് യൂസ് ചെയ്യുന്നത് അല്ലേ? നമ്മുടെ കൈവശം ഒരു വസ്തു ഉണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ട്, കഴിക്കാറുണ്ട്, കുടിക്കാറുണ്ട് എന്ന് പറയുന്നതിന് പകരം, അതുപോലെ തന്നെ നമുക്കൊരു പരിപാടി ഉണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ട്, നമുക്കൊരു ബന്ധം ഉണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ട് ഒക്കെ നമുക്ക് ഹാവും ഹാസ് യൂസ് ചെയ്യാം. അവിടെ എല്ലാം കോമൺ ആയിട്ടുള്ളൊരു റൂൾ എന്താണ്? ഒരാളെ പറ്റിയിട്ടാണ് പറയുന്നതെങ്കിൽ ഹാസ് യൂസ് ചെയ്യുക. ഒന്നിൽ കൂടുതൽ ആളുകളെ പറ്റിയിട്ടാണ് പറയുന്നതെങ്കിൽ ഹാവ് യൂസ് ചെയ്യുക. ഐയുടെ കൂടെയും യുവിൻ്റെ കൂടെയും ഹാവ് യൂസ് ചെയ്യുക. ഇതാണ് കോമൺ ആയിട്ടുള്ള റൂള്. ഓക്കെ, അപ്പം നമ്മളിപ്പോൾ പഠിച്ചത് നമ്മുടെ കൈവശം ഒരു സാധനമുണ്ട്, അല്ലെങ്കിൽ വേറൊരാളുടെ കയ്യിലൊരു സാധനമുണ്ട്, ഉടമസ്ഥതയിൽ ഒരു സാധനം ഉണ്ടെന്ന് എങ്ങനെയൊക്കെ പറയാമെന്നാണ്. അപ്പോൾ എനിക്കൊരു കാറുണ്ട്, ഐ ഹാവ് എ കാർ. ഇനി നമ്മൾ മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് ഇപ്പം നമ്മൾ പറഞ്ഞ ഉടമസ്ഥതയിലുള്ള കാര്യമാണ്. എനിക്കൊരു കാറുണ്ട്, ഐ ഹാവ് എ കാർ. അവർക്ക് 2 പട്ടികളുണ്ട്, ഷീ ഹാസ് 2 ഡോഗ്സ്. അല്ലെങ്കിൽ അവർക്ക് മനോഹരമായ ഒരു വീടുണ്ട്, ദേ ഹാവ് എ ബ്യൂട്ടിഫുൾ ഹോം. ഇതൊക്കെ നമ്മൾ പഠിച്ചു. ഹാവും ഹാസും ഇവിടെയാണ് യൂസ് ചെയ്യേണ്ടത്. ഇതാണ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന യൂസേജ് ആണ് കേട്ടോ. കോമൺ ആയിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഇതാണ്. ഇനി രണ്ടാമത്തേതെന്ന് പറയുമ്പോൾ നമുക്കൊരു പരിപാടിയുണ്ട് ഇവൻസിൻ്റെ കേസിൽ. ആദ്യം നമ്മൾ പറഞ്ഞത് പൊസഷൻ്റെ കാര്യമാണ്. ഇവൻസിൻ്റെ കാര്യം വരുമ്പോൾ എന്താ ഇവൻ്റ് എന്ന് പറഞ്ഞാൽ പരിപാടികൾ. അതായത് ഒരു കല്യാണമുണ്ട്, ക്ലാസ് ഉണ്ട്, പരീക്ഷയുണ്ട്, അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ പറയുമ്പോഴത്തേക്ക് നമ്മൾ എന്താ യൂസ് ചെയ്യുക? നമ്മൾ ഹാസ് അല്ലെങ്കിൽ ഹാവ് ആണ് യൂസ് ചെയ്യുക. ഓക്കെ, കല്യാണം ഉണ്ടെന്ന് പറയാനായിരിക്കാം, പരിപാടി ഉണ്ടെന്ന് പറയാനായിരിക്കാം, ക്രിക്കറ്റ് കളി ഉണ്ടെന്ന് പറയാനായിട്ട്, ഫുട്ബോൾ മാച്ച് ഉണ്ട്, എന്തെങ്കിലും ഒരു പരിപാടി, അത് എന്ത് പരിപാടി വേണമെങ്കിലും ആകാം. അവിടെ നമ്മൾ എന്താ യൂസ് ചെയ്യേണ്ടത്? ഉണ്ട് എന്ന് പറയാനായിട്ട് ഹാസും ഹാവും യൂസ് ചെയ്യണം. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? ഒരാളെ പറ്റിയിട്ടാണ് പറയുന്നതെങ്കിൽ ഹാസ് യൂസ് ചെയ്യുക. എനിക്കൊരു പരിപാടി ഉണ്ടെന്ന് പറയാനായിട്ട് ഹാവ് യൂസ് ചെയ്യുക.
അതുപോലെ തന്നെ ഒന്നിൽ കൂടുതൽ ആളുകളുടെ കാര്യം പറയുമ്പോൾ അവിടെയും ഹാവ് യൂസ് ചെയ്യാം. ഈ കാര്യം നിങ്ങൾ ഒന്ന് നോട്ട്ബുക്കിൽ നോട്ട് ചെയ്യണേ. ഹാസ് എന്ന് പറയുന്നത് ഒരാളെ പറ്റി സംസാരിക്കാൻ വേണ്ടിയിട്ട്, ഹാവ് എന്ന് പറയുന്നത് എന്തിനെ പറ്റിയിട്ട് സംസാരിക്കാനാ? ഒന്നിൽ കൂടുതൽ ആളുകളെ പറ്റി സംസാരിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഹാവ് നമ്മൾ എവിടെയൊക്കെ യൂസ് ചെയ്യുന്നത്? ഐയുടെ കൂടെയും യുവിൻ്റെ കൂടെയും. എനിക്കുണ്ട്, നിനക്കുണ്ട് എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഹാവ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് എവിടെയെങ്കിലും ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. എനിക്കിന്ന് രാത്രി ഒരു പാർട്ടി ഉണ്ട് എന്നെങ്ങനെ പറയും? എനിക്കിന്ന് രാത്രി ഒരു പാർട്ടി ഉണ്ട്. അപ്പോൾ ഇത് പറയാനായിട്ട് ഐ ഹാവ് എ പാർട്ടി ടു നൈറ്റ് എന്ന് പറയും. എന്താ ഈ ടു നൈറ്റ് എന്ന് വെച്ചാൽ എന്താ? ഇന്ന് രാത്രി എന്നുള്ളതിനാണ് ടുഡേ നൈറ്റ് എന്നുള്ളത് നമ്മൾ കട്ട് ചെയ്ത് ഷോർട്ട് ആക്കിയിട്ട് ടു നൈറ്റ് എന്ന് പറയുന്നു. സോ ഇന്ന് രാത്രി ടു നൈറ്റ്. അപ്പോൾ എനിക്കൊരു പാർട്ടി ഉണ്ട്. ആദ്യം നമ്മൾ എപ്പോഴും എന്താ സ്റ്റാർട്ട് ചെയ്യണ്ടേ? ഉണ്ട് എന്ന്, നമ്മൾക്കൊരു കാര്യം ഉണ്ട് എന്ന് പറയാനായിട്ട് എനിക്കുണ്ട്, അവർക്കുണ്ട്, അവക്കുണ്ട് അങ്ങനെ പറഞ്ഞ് വേണം തുടങ്ങാൻ. സോ എനിക്കുണ്ട് എന്ന് എങ്ങനെ പറയും? ഐ ഹാവ്, എനിക്കുണ്ട്. സോ എനിക്കൊരു പാർട്ടി ഉണ്ട്, ഐ ഹാവ് എ പാർട്ടി ടു നൈറ്റ്. ഇനി അടുത്ത എക്സാമ്പിൾ നോക്കാം. അവർക്ക് നാളെ ഒരു കല്യാണമുണ്ട്. അവർക്ക് നാളെ ഒരു കല്യാണമുണ്ട്. അതെങ്ങനെ പറയും? അവർക്കുണ്ട് നമ്മൾ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുക? അവർക്കുണ്ട്, ദേ ഹാവ്. സോ അവർക്കുണ്ട് എന്ന് എങ്ങനെ പറയും? ദേ ഹാവ്. ഇനി അവർക്ക് എന്തുണ്ട്? കല്യാണമുണ്ട്. സോ ദേ ഹാവ്. കല്യാണത്തിന് നമ്മൾ എന്താ പറയാ? മാരേജ് എന്ന് നമ്മൾ കേൾക്കാറുണ്ട്, വെഡിങ് എന്നും കേൾക്കാറുണ്ട്. ഇതിൽ ഏതാ കറക്റ്റ്? കല്യാണം എന്ന ചടങ്ങിനെ പറ്റിയിട്ടാണ് നമ്മൾ പറയുന്നതെങ്കിൽ, ഒരു പരിപാടിയായിട്ട്, താലികെട്ടാകാം, പള്ളിയിലുള്ള പരിപാടിയാകാം, എന്തെങ്കിലും ഒരു പരിപാടിയായിട്ടാണ് നമ്മൾ പറയുന്നതെങ്കിൽ അത് വെഡ്ഡിങ് ആണ്. കല്യാണം എന്നുള്ള കോൺസെപ്റ്റ് ആണ് നമ്മൾ പറയുന്നതെങ്കിൽ അതാണ് മാരേജ്. സോ ദേ ഹാവ് എ വെഡ്ഡിങ്, ചടങ്ങാണ് നമ്മൾ പറയുന്നത്. സോ ദേ ഹാവ് എ വെഡ്ഡിങ്. ഇനി കല്യാണത്തിൽ പങ്കെടുക്കുമല്ലേ? നമ്മുടെ കല്യാണം അല്ല, അവരുടെ കല്യാണം അല്ല, അവർ കല്യാണത്തിൽ പങ്കെടുക്കുക. സോ ദേ ഹാവ് എ വെഡ്ഡിങ് ടു അറ്റൻഡ്. അവർക്കൊരു കല്യാണത്തിൽ പങ്കെടുക്കാനുണ്ട്. ദേ ഹാവ് എ വെഡ്ഡിങ് ടു അറ്റൻഡ്. നാളെ എന്ന് ആകുമ്പോൾ ടുമോറോ. ദേ ഹാവ് എ വെഡ്ഡിങ് ടു അറ്റൻഡ് ടുമോറോ. അപ്പൊ അവർക്കുണ്ട് എന്ന് എങ്ങനെ പറയാം? അവർക്കൊരു പരിപാടി ഉണ്ട്, ദേ ഹാവ് എന്നാണ് നമ്മൾ പറയാം. ഇനി അടുത്ത എക്സാമ്പിൾ, അവൾക്ക് ഈ തിങ്കളാഴ്ച ഒരു പരീക്ഷയുണ്ട്. നമ്മൾ എങ്ങനെയാ സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യുക? അവൾക്ക് ഈ തിങ്കളാഴ്ച ഒരു പരീക്ഷയുണ്ട്. ഷീ ഹാസ്, അവൾക്കുണ്ട്, ഷീ ഹാസ്. എന്തുകൊണ്ടാണ് അവിടെ ഹാസ് വന്നത്? ഒരാളെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ ഒരാളെ പറ്റി പറയുമ്പോൾ നമ്മൾ അവിടെ ഹാസ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഒരാൾക്കൊരു പരിപാടി ഉണ്ടെന്ന് പറയുമ്പോൾ ഹാസ് ആണ് യൂസ് ചെയ്യേണ്ടത്. സോ ഷീ ഹാസ് എന്താ ഉള്ളത്? പരീക്ഷ, എക്സാം എന്നാണ് നമ്മൾ പറയുന്നത് അല്ലേ? സോ ഷീ ഹാസ് എൻ എക്സാം എന്നാ ഉള്ളത്? ഈ തിങ്കളാഴ്ചയാണുള്ളത്. ഷീ ഹാസ് എൻ എക്സാം ദിസ് മൺഡേ. ഓക്കെ, ഷീ ഹാസ് എൻ എക്സാം ദിസ് മൺഡേ. അവൾക്ക് ഈ തിങ്കളാഴ്ച ഒരു പരീക്ഷയുണ്ട്. ഇനി അടുത്തത്, അവന് അടുത്ത ആഴ്ച ക്ലാസ്സുകളുണ്ട്. അവന് അടുത്ത ആഴ്ച ക്ലാസ്സുകളുണ്ട്. അതും ഒരു ഇവന്റ് ആണ്. അവനുണ്ട് എന്ന് എങ്ങനെ പറയാ? ഹി ഹാസ്. അപ്പം അവനുണ്ട്, ഹി ഹാസ്. അവൻ എന്താ ഉള്ളത്? ക്ലാസ് ആണുള്ളത്. സോ ഹി ഹാസ് ക്ലാസ്സസ്. ഒന്നിൽ കൂടുതൽ ക്ലാസ്സുകളുണ്ട്. ഹി ഹാസ് ക്ലാസ്സസ്. എപ്പോഴാണ്? അടുത്ത ആഴ്ച. സമയം എപ്പോഴും അവസാനം. ഹി ഹാസ് ക്ലാസ്സസ് നെക്സ്റ്റ് വീക്ക്. അവൻ അടുത്ത ആഴ്ച ക്ലാസ്സുകളുണ്ട്. ഹി ഹാസ് ക്ലാസ്സസ് നെക്സ്റ്റ് വീക്ക്. മനസ്സിലായില്ലേ? നമുക്കൊരു പരിപാടിയുണ്ട്, ഒരു ചടങ്ങിൽ പങ്കെടുക്കാനുണ്ട്, പരീക്ഷയുണ്ട്, ക്ലാസ്സുകളുണ്ട് എന്നൊക്കെ പറയാൻ വേണ്ടി നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഹാസ് അല്ലെങ്കിൽ ഹാവ് യൂസ് ചെയ്യാം. ഇനി നമുക്ക് അടുത്ത യൂസേജിലോട്ട് പോകാം. ബന്ധങ്ങളെ പറ്റിയിട്ട്, റിലേഷൻഷിപ്സിനെ പറ്റിയിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഹാസ് അല്ലെങ്കിൽ ഹാവ് യൂസ് ചെയ്യാം. എന്ന് വെച്ചാൽ എന്താ? ഈ ബന്ധങ്ങളെ പറ്റി സംസാരിക്കാന്ന് വെച്ചാൽ, അതായത് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ ഒരു അനിയനുണ്ട്, അനിയത്തിയുണ്ട്, അച്ഛനുണ്ട്, അമ്മയുണ്ട്, കൂട്ടുകാരുണ്ട്, അല്ലെങ്കിൽ ഭാര്യയുണ്ട്, ഭർത്താവുണ്ട്, കുട്ടികളുണ്ട് എന്നൊക്കെ പറയാൻ വേണ്ടി, ബന്ധങ്ങളുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് ഹാസ് അല്ലെങ്കിൽ ഹാവ് ആണ് യൂസ് ചെയ്യാം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? എപ്പോഴും ഒരാളെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ ഹാസ് യൂസ് ചെയ്യുക. ഒന്നിൽ കൂടുതൽ ആളുകളെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നതെങ്കിൽ അവിടെ ഹാവ് യൂസ് ചെയ്യുക. ഐയുടെ കൂടെയും യുവിൻ്റെ കൂടെയും ഹാവ് യൂസ് ചെയ്യുക. അത്രയേ ഉള്ളൂ. അപ്പം നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കിയാലോ. അവന് 2 സഹോദരിമാരുണ്ട്. അവന് 2 സഹോദരിമാരുണ്ട്. അപ്പൊ അവനുണ്ട് എന്ന് പറഞ്ഞ് വേണം നമ്മൾ തുടങ്ങാൻ. അവനുണ്ട് നമ്മൾ എങ്ങനെയാ പറയാ? അവന് ഉണ്ട്. ഹി ഹാസ്. അപ്പൊ ഹി ഹാസ്, അവനുണ്ട്. ഹി ഹാസ് 2 സിസ്റ്റേഴ്സ്. അവന് 2 സഹോദരിമാരുണ്ട്. അടുത്ത എക്സാമ്പിൾ, എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ടെന്ന് എങ്ങനെ പറയും? എനിക്കുണ്ട് എന്ന് എങ്ങനെയാ പറയാ? ഐ ഹാവ്. എനിക്കുണ്ട്, ഐ ഹാവ്. ഇനി എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. ഒരുപാട് അല്ലെങ്കിൽ ഒത്തിരി എന്നെങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയാം? നമുക്ക് മെനി എന്നുള്ള വാക്ക് യൂസ് ചെയ്യാം. ഓക്കെ, എണ്ണാൻ പറ്റുന്നതാണല്ലോ. സുഹൃത്തുക്കൾ എന്ന് പറയുമ്പോൾ ഒരു സുഹൃത്ത്, 2 സുഹൃത്ത് നമുക്ക് എണ്ണാൻ പറ്റും. അപ്പോൾ മെനി നമുക്ക് യൂസ് ചെയ്യാം. സോ ഐ ഹാവ് മെനി ഫ്രണ്ട്സ്. സുഹൃത്തുക്കൾ, ഫ്രണ്ട്സ്. സോ ഐ ഹാവ് മെനി ഫ്രണ്ട്സ്. എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. ഇനി അവർക്ക് 3 കസിൻസ് ഉണ്ട്. അവർക്ക് 3 കസിൻസ് ഉണ്ട്. അവരെന്ന് പറഞ്ഞാൽ എന്താ? ദേ.
ഒന്നിൽ കൂടുതലാണ്. അപ്പോൾ ഒന്നിൽ കൂടുതൽ വരുമ്പോൾ നമ്മൾ എന്താ യൂസ് ചെയ്യുക? ഹാസ് ആണോ യൂസ് ചെയ്യുക, ഹാവ് ആണോ യൂസ് ചെയ്യുക? എന്താ യൂസ് ചെയ്യുക? ഹാവ് ആണ് യൂസ് ചെയ്യുക അല്ലേ? അപ്പം ദേ ഹാവ്, അവർക്കുണ്ട്. ദേ ഹാവ്, എന്താ അവർക്കുള്ളത്? എന്താ ഉള്ളത്? 3 കസിൻസ്. സോ ദേ ഹാവ് 3 കസിൻസ്. ദേ ഹാവ് 3 കസിൻസ്. ആദ്യം നമുക്ക് എപ്പോഴും ഉണ്ട്, അവർക്കുണ്ട്, അവനുണ്ട്, അവൾക്കുണ്ട്, എനിക്കുണ്ട്, നിനക്കുണ്ട്, അതിൽ വേണം സ്റ്റാർട്ട് ചെയ്യാൻ. അതിനുശേഷമാണ് എന്താണുള്ളത് എന്നുള്ളത് പറയാം. ഓക്കെ, അത്ര സിമ്പിളാണ്. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? റിലേഷൻസ് പറയാനായിട്ട് നിങ്ങൾക്ക് ഒരു ബന്ധം ഉണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് ഹാവും ഹാസ് യൂസ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായില്ലേ? അത്രേ ഉള്ളൂ. ഇനി അടുത്തത്, നമ്മൾ കഴിക്കുക കുടിക്കുക എന്നുള്ളതിന് എന്താ ഇംഗ്ലീഷിൽ പറയാം? കഴിക്കുക കുടിക്കുക എന്നുള്ളതിന് എന്താ ഇംഗ്ലീഷിൽ പറയാം? ഈറ്റ് പറയും അല്ലേ? കഴിക്കുക ഈറ്റ്. കുടിക്കുക എന്നുള്ളതിനോ ഡ്രിങ്ക് എന്ന് പറയും. പക്ഷേ നമുക്ക് എപ്പോഴും അത് പറയേണ്ട ആവശ്യമില്ല. ഈറ്റിന് പകരം നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഡ്രിങ്കിന് പകരം നമുക്ക് ഹാവ് അല്ലെങ്കിൽ ഹാസ് യൂസ് ചെയ്യാം. ഓക്കെ, ഹാവ് അല്ലെങ്കിൽ എന്ത് യൂസ് ചെയ്യാം? ഹാസ് യൂസ് ചെയ്യാം. ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? എന്താ ശ്രദ്ധിക്കേണ്ടത്? ഒരാളെ പറ്റിയിട്ടാണ് നമ്മൾ പറയുന്നതെങ്കിൽ അവിടെ ഹാസ് യൂസ് ചെയ്യുക. ഒന്നിൽ കൂടുതൽ ആളുകളെ പറ്റിയിട്ടാണെങ്കിൽ ഹാവ് യൂസ് ചെയ്യുക. ഐയുടെ കൂടെ യുവിൻ്റെ കൂടെ നമ്മൾ ഹാവ് യൂസ് ചെയ്യുക. അത്രയും ശ്രദ്ധിച്ചാൽ മതി. ഇപ്പം ഞാൻ എല്ലാ ദിവസവും ചായ കുടിക്കാറുണ്ട്. ഓക്കെ, ഞാൻ എല്ലാ ദിവസവും ചായ കുടിക്കാറുണ്ടെന്ന് എങ്ങനെ പറയും? ഞാൻ എന്നും ചായ കുടിക്കാറുണ്ട്. ഇതെങ്ങനെ പറയും? ഐ ഹാവ് എന്ന് പറയണം. ഐ ഹാവ്, ഞാൻ കുടിക്കാറുണ്ട്. ഐ ഡ്രിങ്ക് എന്ന് പറയുന്നതിന് പകരം ഐ ഹാവ് എന്ന് പറയണം. ഐ ഹാവ് ടീ എവ്രി ഡേ. എല്ലാ ദിവസവും ചായ കുടിക്കാറുണ്ട് അല്ലേ? സോ ഐ ഹാവ് ടീ എവ്രി ഡേ. ഞാൻ എല്ലാ ദിവസവും ചായ കുടിക്കാറുണ്ട്. വേറെ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, അവൾ എല്ലാ ദിവസവും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറുണ്ട്. അവൾ എല്ലാ രാവിലെകളിലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറുണ്ട്. എല്ലാ ദിവസവും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറുണ്ട്. ഇതെങ്ങനെ പറയും? അപ്പം നമ്മൾ അത് പറയുമ്പോൾ അവളെന്നാണ്. അവൾ കഴിക്കാറുണ്ട്. അപ്പം നമ്മൾ എങ്ങനെ പറയാ? ഷീ ഹാസ്. ഷീ ഹാസ്. അപ്പം അവൾ കഴിക്കാറുണ്ട്, ഷീ ഹാസ്. അവൾ എല്ലാ ദിവസവും രാവിലെ എന്താ കഴിക്കാറുള്ളത്? ബ്രേക്ക്ഫാസ്റ്റ് ആണ് കഴിക്കാറുള്ളത്. സോ ഷീ ഹാസ് എന്താ കഴിക്കാറുള്ളത്? ബ്രേക്ക്ഫാസ്റ്റ്. ബ്രേക്ക്ഫാസ്റ്റ് എവ്രി മോർണിംഗ്. ഷീ ഹാസ് ബ്രേക്ക്ഫാസ്റ്റ് എവ്രി മോർണിംഗ്. അത്രയേ ഉള്ളൂ. ഷീ ഹാസ് ബ്രേക്ക്ഫാസ്റ്റ് എവ്രി മോർണിംഗ്. സിമ്പിൾ അല്ലേ? കഴിക്കുക കുടിക്കുക എന്നുള്ളിടത്ത് ഈറ്റും ഡ്രിങ്കും മാറ്റിയിട്ട് ഹാസും ഹാവും ആരെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത് അതനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പം ഇതൊക്കെയാണ് ഹാസിൻ്റെ ഹാവിൻ്റെ ബേസിക് ആയിട്ടുള്ള യൂസേജ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കുറച്ചുകൂടി കോംപ്ലെക്സ് ആയിട്ടുള്ള യൂസേജ് ആണ്. അതായത് നമ്മുടെ എക്സ്പീരിയൻസസിനെ പറ്റി പറയാൻ. എന്താണ് ഈ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്? നമ്മളൊരു കാര്യം ചെയ്തിട്ടുണ്ട് എന്ന് പറയാനായിട്ട്. അതൊക്കെ എക്സ്പീരിയൻസ് ആണ് അല്ലേ? എക്സ്പീരിയൻസും ആകാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടും ആയിരിക്കാം. അപ്പം അങ്ങനെ നമ്മളൊരു കാര്യം ചെയ്തിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടി നമ്മൾ ഹാസും ഹാവും യൂസ് ചെയ്യും. പക്ഷെ അവിടെ ചെറിയൊരു കാര്യം കൂടി നമ്മൾ ആഡ് ചെയ്യണം. എന്താണ് ചെയ്തിട്ടുള്ളതെന്ന് ആഡ് ചെയ്യണം. ഉദാഹരണം, പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹാവ് അല്ലെങ്കിൽ ഹാസ്. പോവുക എന്നുള്ളത് നമ്മൾ എന്താ ഇംഗ്ലീഷിൽ പറയാ? ഗോ എന്നാ പറയാം അല്ലേ? പോവുക, ഗോ. ഓക്കെ അല്ലേ? ഇനി പോയിട്ടുണ്ട് എന്ന് എങ്ങനെ പറയും? ഗോ എന്ന് പറഞ്ഞാൽ മതിയോ? കറക്റ്റ് ആയിരിക്കുമോ? അല്ല. പോയിട്ടുണ്ട് എന്ന് പറയാനായിട്ട് നമ്മൾ ഗോയുടെ V3 ഫോമാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. V3 ഫോമാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഗോയുടെ V3 ഫോം എന്താ? ഗോയുടെ V3 ഫോം? ഗോയുടെ V3 ഫോമാണ് ഗോൺ. അങ്ങനെ V1, V2, V3 ഫോം നമ്മൾ പഠിക്കേണ്ടത് നിർബന്ധമാണ്. നമ്മൾ ഇംഗ്ലീഷിൽ സംസാരിക്കണമെങ്കിൽ, എല്ലാ സിറ്റുവേഷൻസിലും സംസാരിക്കാൻ പറ്റണമെങ്കിൽ ഇത് പഠിക്കേണ്ട നിർബന്ധമാണ്. ഇതിനെപ്പറ്റിയിട്ട് നമ്മൾ കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ലിങ്ക് കൂടി കൊടുക്കാം. അതായത് V1, V2, V3 ഫോം നമ്മൾ പഠിപ്പിക്കുന്ന വീഡിയോസിൻ്റെ ലിങ്കും കൂടി കൊടുത്തേക്കാം. ഓക്കെ, സോ ഗോയുടെ V3 ഫോമാണ് ഗോൺ. സോ നമ്മൾ ഷീ ഹാസ് ഗോൺ എന്നാണ് പറയേണ്ടത്. ഷീ ഹാസ് ഗോൺ അല്ലെങ്കിൽ ഐ ഹാവ് ഗോൺ എന്നാണ് പറയേണ്ടത്. ഓക്കെ, സോ ഹാവിൻ്റെ കൂടെ നമ്മളൊരു കാര്യം ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഹാവിൻ്റെ കൂടെ ആണെങ്കിലും ഹാസിൻ്റെ കൂടെ ആണെങ്കിലും V3 ഫോം ഓഫ് ദ വേർബ് നിർബന്ധമായിട്ട് യൂസ് ചെയ്യണം. നിർബന്ധമാണത്. ഹാവിൻ്റെ കൂടെയും ഹാസിൻ്റെ കൂടെയും ഒരു കാര്യം ചെയ്തിട്ടുണ്ട് എന്ന് പറയാനായിട്ട് V3 ഫോം ഓഫ് ദ വേർബ് യൂസ് ചെയ്യണം. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. 1-2 എക്സാമ്പിൾ നോക്കാം. ഞാൻ എൻ്റെ ജോലി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, തീർത്തിട്ടുണ്ട് അല്ലെങ്കിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെന്ന് എങ്ങനെ പറയും? ഞാൻ എൻ്റെ ജോലി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ ആദ്യം ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് വേണം തുടങ്ങാൻ. മലയാളം ഇംഗ്ലീഷ് ഒരുപോലെ അല്ല, അതേപോലെ ട്രാൻസ്ലേറ്റ് ചെയ്യല്ല. മലയാളത്തിൽ പറയുമ്പോൾ ഞാൻ എൻ്റെ ജോലി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ്. പക്ഷേ ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് എൻ്റെ ജോലി എന്നാവും. അപ്പം ഞാൻ ചെയ്തിട്ടുണ്ട് എന്നാണ് പറയേണ്ടത് ആദ്യം. ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് എങ്ങനെ പറയും? ഐ ഹാവ്. അങ്ങനെ വേണം സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യാൻ. ഐ ഹാവ്. ഇനി കംപ്ലീറ്റിൻ്റെ V3 ഫോം എന്താ? കംപ്ലീറ്റ് എന്ന് പറഞ്ഞാൽ പൂർത്തിയാക്കുക. പൂർത്തിയാക്കിയിട്ടുണ്ട് നമ്മൾ എങ്ങനെ പറയും? ഹാവ് കംപ്ലീറ്റഡ് എന്ന് പറയും. കംപ്ലീറ്റഡ്. ഓക്കെ, സോ ഐ ഹാവ് കംപ്ലീറ്റഡ്. എൻ്റെ ജോലി എന്ന് എങ്ങനെ പറയാം? മൈ വർക്ക്.
സോ ഐ ഹാവ് കംപ്ലീറ്റഡ് മൈ വർക്ക്. ഞാൻ എൻ്റെ ജോലി പൂർത്തിയാക്കിയിട്ടുണ്ട്. ഐ ഹാവ് കംപ്ലീറ്റഡ് മൈ വർക്ക്. ഇനി അടുത്തത്, അവൾ ദുബായിൽ പോയിട്ടുണ്ട്. ഇതെങ്ങനെ പറയും? അവൾ ദുബായിൽ പോയിട്ടുണ്ട്. സോ ഇതെന്ന് പറയുന്ന അവളുടെ എക്സ്പീരിയൻസിനെ പറ്റിയിട്ട് നമ്മൾ പറയുന്നത്. അവൾ ഒരു സ്ഥലത്ത് പോയിട്ട് തിരിച്ചു വന്നു. അപ്പോൾ അവിടെ നമ്മൾ ഗോ യൂസ് ചെയ്യാൻ നമുക്ക് പറ്റുമോ? ഗോ നമ്മൾ എവിടെയാണ് യൂസ് ചെയ്യുന്നത്? ഒരു സ്ഥലത്ത് പോയി പക്ഷെ തിരിച്ചിതുവരെ എത്തിയിട്ടില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഫോർ എക്സാമ്പിൾ, അവൻ എവിടെയെന്ന് നമ്മൾ ചോദിക്കുമ്പോൾ നമ്മൾ പറയും അവൻ മാർക്കറ്റിൽ പോയി എന്ന് പറയും. ഹി വെന്റ് ടു മാർക്കറ്റ് എന്നാണ് പറയും. അതിൻ്റെ അർത്ഥം എന്താ? പോയിട്ടുണ്ട് പക്ഷെ ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. പക്ഷേ ഒരു സ്ഥലത്ത് നമ്മൾ പോയി, പ്രത്യേകിച്ച് വിസിറ്റ് ചെയ്തിട്ടുണ്ട്, തിരിച്ചും വന്നു എന്നുണ്ടെങ്കിൽ നമ്മളവിടെ ബീനാണ് യൂസ് ചെയ്യേണ്ടത്. സോ ഷീ, അവിടെ ഹാവ് വരുമോ ഹാസ് വരുമോ? ഹാസ് വരും. ഷീ ഹാസ് ബീൻ ടു ദുബായ്, അല്ലെങ്കിൽ ഷീ ഹാസ് വിസിറ്റഡ് ദുബായ്. ഇവിടെ നമ്മൾ ബീയുടെ അല്ലെങ്കിൽ വിസിറ്റിൻ്റെ V3 ഫോം ആണ് ചേർക്കേണ്ടത്. സോ അതുകൊണ്ടാണ് ഷീ ഹാസ് ബീൻ ടു ദുബായ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഷീ ഹാസ് വിസിറ്റഡ് ദുബായ് എന്ന് നമ്മൾ പറയുന്നത്. ഇനി അടുത്ത എക്സാമ്പിൾ നോക്കാം. ഞാൻ ഈ സിനിമ ഇതിനു മുൻപേ കണ്ടിട്ടുണ്ട്. ഞാൻ ഈ സിനിമ മുൻപ് കണ്ടിട്ടുണ്ട്. ഇതെങ്ങനെ പറയും? ഞാൻ ഈ സിനിമ മുമ്പ് കണ്ടിട്ടുണ്ടെന്ന്. ഞാൻ കണ്ടിട്ടുണ്ട്, അതാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് അല്ലേ? അപ്പം ഞാൻ കണ്ടിട്ടുണ്ടെന്ന് എങ്ങനെ പറയും? ഐയുടെ കൂടെ ഹാവ് ആണോ ഹാസ് ആണോ? ഹാവ് ആണ്. ഹാവ്. ഇനി സിനിമ കണ്ടിട്ടുണ്ട് എന്നുള്ളതിന് എന്താ ഇംഗ്ലീഷിൽ പറയാം? കാണുക എന്നുള്ളതിന് നമ്മൾ വാച്ച് എന്നും പറയും, സീ എന്നും പറയും. സിനിമയുടെ കൂടെ ഏത് യൂസ് ചെയ്യും? വാച്ച് ആണ് യൂസ് ചെയ്യേണ്ടത്. സിനിമ, യൂട്യൂബ് വീഡിയോസ്, റീൽസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്താ? വാച്ച് ആണ്. സീരീസ്, അതൊക്കെ വാച്ച് ആണ്. ശ്രദ്ധിച്ച് കാണുന്നുണ്ട്. സോ നമ്മളത് എങ്ങനെ പറയാം? വി ഹാവ് വാച്ച്ഡ് എന്ന് പറയും. വാച്ചിൻ്റെ V3 ഫോം വാച്ച്ഡ് ആണ്. സോ വി ഹാവ് വാച്ച്ഡ് ദിസ് മൂവി ബിഫോർ. ഈ മൂവി ഇതിന് മുൻപേ കണ്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. സോ വി ഹാവ് വാച്ച്ഡ് ദിസ് മൂവി ബിഫോർ. ഓക്കെ, അത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. സിമ്പിളല്ലേ? നമുക്കൊന്ന് റിവൈസ് ചെയ്ത് നോക്കിയാലോ? ഇതൊന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം, കാരണം ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയതുകൊണ്ട്. ഇത് ഇങ്ങനെ ഒരു കാര്യം നമ്മൾ ചെയ്തിട്ടുണ്ട്, നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. ഉദാഹരണം, നമ്മളൊരു സ്ഥലത്ത് പോയിട്ടുണ്ട്, സിനിമ കണ്ടിട്ടുണ്ട്, ഈ ആളെ ഇതിന് മുൻപേ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ ഭക്ഷണം ഇതിന് മുൻപേ കഴിച്ചിട്ടുണ്ട്, യാത്ര ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ നമ്മുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യണമെങ്കിൽ V1, V2, V3 ഫോം നമ്മൾ പഠിക്കണം. സോ എപ്പോഴും ഓർക്കേണ്ട കാര്യം, ഒരു കാര്യം ചെയ്തിട്ടുണ്ടെന്ന് പറയാനായിട്ട് ഹാവ് ആയാലും ഹാസ് ആയാലും അതിൻ്റെ കൂടെ നമ്മൾ V3 ഫോം ഓഫ് ദ വെർബ് നിർബന്ധമായിട്ട് ചേർക്കണം. നിങ്ങൾ വിചാരിക്കുന്ന പോലെ പഠിക്കാൻ അത്ര പ്രയാസമൊന്നുമില്ല. നിങ്ങൾ എല്ലാ ദിവസവും രാവിലെയോ വൈകിട്ട് എപ്പോഴാണ് സമയമുള്ളതെന്ന് വെച്ചാൽ ഒന്ന് വായിച്ച് എല്ലാ ദിവസവും നോക്കുകയാണെങ്കിൽ കുറേയൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ സിമ്പിളാണ്, അത് നമ്മൾ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഹാവിൻ്റെ ഹാസിൻ്റെ കൂടെ ഒരു കാര്യം ചെയ്തിട്ടുണ്ട് എന്ന് പറയാനായിട്ട് നമുക്ക് V3 ഫോം ഓഫ് ദ വെർബ് യൂസ് ചെയ്തേ പറ്റുള്ളൂ. ഇനി നമുക്ക് എല്ലാ കാര്യങ്ങളും ഒന്ന് റിവൈസ് ചെയ്യാം. എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? ഫസ്റ്റ് നമ്മൾ പൊസഷൻ്റെ കാര്യം പഠിച്ചു. എന്താ പൊസഷൻ എന്ന് പറയുന്നത്? നമ്മുടെ ഉടമസ്ഥതയിൽ ഒരു കാര്യം ഉണ്ടെന്ന് പറയാൻ. എനിക്ക് കാറുണ്ട്, എനിക്ക് ബൈക്കുണ്ട്, എനിക്ക് വീടുണ്ട്, എനിക്ക് മൊബൈലുണ്ട്, എൻ്റെ കയ്യിൽ ബുക്കുണ്ട്, എൻ്റെ കുറേ സാധനങ്ങളുണ്ട്, എൻ്റെ അമ്പിളിയമ്മാവനുണ്ട്. അങ്ങനെയൊക്കെ നമുക്ക് എന്തെങ്കിലും ഉണ്ട് എന്ന് പറയാനായിട്ട് നമ്മൾ ഹാവും ഹാസ് യൂസ് ചെയ്യും. പക്ഷേ ഹാവും ഹാസ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? ഹാവ് നമ്മൾ ഒന്നിൽ കൂടുതൽ ആളുകളുടെ കാര്യം പറയുമ്പോഴാണ് യൂസ് ചെയ്യുന്നത്. ഹാസ് നമ്മൾ ഒരാളുടെ കാര്യം പറയുമ്പോഴാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ ഹാവ് നമ്മൾ വേറെ സ്ഥലത്തോട് യൂസ് ചെയ്യും. എപ്പോഴാ? ഐ, യു, അതായത് എനിക്കുണ്ട്, നിനക്കുണ്ട് എന്ന് പറയുമ്പോഴും നമ്മൾ ഹാവ് ആണ് യൂസ് ചെയ്യുന്നത്. ഇനി അത് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴാണ് ഹാവും ഹാസ് യൂസ് ചെയ്യുന്നത്? നമുക്ക് ഒരു പരിപാടി ഉണ്ടെന്ന് പറയാൻ. എനിക്കൊരു കല്യാണമുണ്ട്, എനിക്ക് നാളെ ഒരു പാർട്ടി ഉണ്ട്, എനിക്കൊരു വിരുന്നുണ്ട്, അങ്ങനെ എന്തെങ്കിലും ഒരു പരിപാടി ഉണ്ട് എന്ന് പറയാനായിട്ട്, പരീക്ഷയുണ്ട്, ക്ലാസ് ഉണ്ട്, ഷൂട്ടുണ്ട്, അങ്ങനെ എന്തെങ്കിലും ഒരു പരിപാടി ഉണ്ടെന്ന് പറയാനായിട്ട് നമ്മൾ എന്താ യൂസ് ചെയ്യുക? നമ്മൾ ഹാവും ഹാസും ആണ് യൂസ് ചെയ്യേണ്ടത്. ഇനി ബന്ധങ്ങളെ പറ്റി സംസാരിക്കാൻ. എനിക്കൊരു അനിയത്തിയുണ്ട്, എനിക്കൊരു ചേച്ചിയുണ്ട്, എനിക്കൊരു അനിയനുണ്ട്, എനിക്കൊരു ഹസ്ബൻഡുണ്ട്, കുട്ടികളുണ്ട്. അങ്ങനെ ബന്ധങ്ങളെ പറ്റി, ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, അങ്ങനെ ബന്ധങ്ങളെ പറ്റിയിട്ട്, ബന്ധങ്ങളുണ്ടെന്ന് പറയാൻ നമ്മൾ ഹാവും ഹാസും ആണ് യൂസ് ചെയ്യേണ്ടത്. പിന്നെ എപ്പോഴാണ് യൂസ് ചെയ്യേണ്ടത്? കഴിക്കാറുണ്ട്, അല്ലെങ്കിൽ കഴിക്കുക, കുടിക്കുക, ഇതിനൊക്കെ പകരം നമുക്ക് എന്ത് യൂസ് ചെയ്യാം? നമുക്ക് ഹാവ് അല്ലെങ്കിൽ ഹാസ്. ആരെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത് അതനുസരിച്ച് യൂസ് ചെയ്യാവുന്നതാണ്. കഴിക്കുക എന്നുള്ളതിന് ഈറ്റ്, ഡ്രിങ്ക് അല്ലേ, അതിന് പകരം നമുക്ക് ഹാവോ ഹാസ് യൂസ് ചെയ്യാം. അതിനുശേഷം നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്? ഒരു കാര്യം നമ്മൾ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് എന്ന് പറയാനായിട്ട്. ഉദാഹരണത്തിന്, ഞാൻ ഇന്ന സ്ഥലത്ത് പോയിട്ടുണ്ട്, ഞാൻ ഇന്ന ആളെ ഇതിനു മുന്നേ കണ്ടിട്ടുണ്ട്, ഞാൻ എൻ്റെ ജോലി ചെയ്ത് തീർത്തിട്ടുണ്ട്, ഞാൻ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, ഈ വീഡിയോ ഇതിനു മുന്നേ കണ്ടിട്ടുണ്ട്. അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് പറയാനായിട്ട് എന്താ യൂസ് ചെയ്യുക? ഹാസ് അല്ലെങ്കിൽ ഹാവ്. ആരെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത് അതനുസരിച്ച് യൂസ് ചെയ്ത് കൊടുക്കാം. സിമ്പിൾ അല്ലേ? സിമ്പിളാണ്. നിങ്ങൾക്ക് ഒത്തിരി ഡൗട്ട്സ് ഉണ്ടായിരിക്കും, എനിക്കറിയാം. കാരണം ഞാൻ അങ്ങോട്ട് ഇങ്ങനെ സംസാരിക്കുകയാണ്, നിങ്ങൾ അവിടെ ഇരുന്ന് ഇത് കേൾക്കുകയാണ്, കാണുകയാണ്, സംശയം ഉണ്ടായിരിക്കും.
അപ്പം നിങ്ങൾ ഈ സംശയങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കണം എന്നില്ല. കോമൻറ്റ് സെക്ഷനിൽ നിങ്ങൾക്ക് ചോദിക്കാം, ഞാനത് ഉറപ്പായിട്ടും ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഹാസും ഹാവും വെച്ചിട്ട് ഒരു 4 സെൻറ്റൻസസ് നിങ്ങൾക്ക് പറ്റുന്നത് പോലെ കോമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പം നിങ്ങൾക്കൊരു പ്രാക്ടീസും ആകും. പിന്നെ എൻ്റെ ഒരു സജഷൻ എന്ന് പറയുന്നത്, നമ്മൾ ഇന്ന് പഠിച്ച ടോപ്പിക്കിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ യൂസ്ഫുൾ ആകുന്ന രീതിയിലുള്ള സെൻറ്റൻസസ് ആദ്യം എഴുതുക. മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനല്ല, മലയാളത്തിൽ ചിന്തിച്ചിട്ട് ഇംഗ്ലീഷിൽ എഴുതുക. നിങ്ങൾ ചിന്തിച്ച് എഴുതി ഇംഗ്ലീഷിൽ തന്നെ എഴുതട്ടോ, മലയാളത്തിൽ എഴുതരുത്. ഇംഗ്ലീഷിൽ തന്നെ സെൻറ്റൻസസ് ഇങ്ങനെ എഴുതി ഉണ്ടാക്കുക. എന്നിട്ട് സിറ്റുവേഷൻ വരുന്നതനുസരിച്ച് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മറക്കില്ല. ആദ്യം നമുക്ക് ഇങ്ങനത്തെ ഈ ഗ്രാമർ എന്ന് പറയുമ്പോൾ കുറച്ച് റൂൾസും റെഗുലേഷൻസും ഉള്ളതുകൊണ്ട് നമ്മളൊന്ന് പ്രാക്ടീസ് ചെയ്ത് എഴുതുമ്പോൾ കുറച്ചുകൂടി മനസ്സിൽ കയറും. അതിനുശേഷം പ്രാക്ടീസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. ഓക്കെ, അപ്പം എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഉണ്ടാക്കിയ ഒരു 4 സെൻറ്റൻസസ്, മിനിമം 4 സെൻറ്റൻസസ് ഒന്ന് കോമൻറ്റ് ചെയ്യാൻ ഞാൻ ഉറപ്പായിട്ട് റിപ്ലൈ തരുന്നതായിരിക്കും. ഇനി നിങ്ങൾക്ക് കോമൻറ്റ് ചെയ്യാൻ, ഡൗട്ട് ചോദിക്കാനായിട്ട് കോമൻറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഈ ആൻസേഴ്സ് കോമൻറ്റ് ചെയ്യാനോ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇംഗ്ലീഷ് മിത്ര ഒഫീഷ്യൽ എന്നുള്ള പേജിലേക്ക്, ഇൻസ്റ്റാഗ്രാമിലേക്ക് ഒരു DM അയച്ചാൽ മതി. ഞാൻ ഉറപ്പായിട്ടും എൻ്റെ പേജിലേക്ക് DM അയച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അതേപോലെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്, ഫോളോ ചെയ്തിട്ടില്ല, അങ്ങനെയാണ് കാണുന്നതെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക. നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളായതുകൊണ്ടായിരിക്കും ഈ വീഡിയോ മുഴുവനും കണ്ടു നോക്കിയത്. സോ വി വോണ്ട് ഡിസപ്പോയിൻറ്റ് യു. നിങ്ങൾക്ക് ഈ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഇംഗ്ലീഷ് റിലേറ്റഡ്, സ്പോക്കൺ ഇംഗ്ലീഷ് റിലേറ്റഡ് വീഡിയോസ് കാണാം. അപ്പോൾ ഉറപ്പായിട്ട് യൂസ്ഫുൾ ആയിരിക്കും. ഇനി അതുപോലെ ഒരു ടീച്ചറിൻ്റെ സഹായത്തോടു കൂടി ഇതേപോലെ നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് മിത്രയുടെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചുള്ള പല കോഴ്സസ്, IELTS ഉൾപ്പെടെ ഉള്ള കോഴ്സസ് അവൈലബിൾ ആണ്. കോഴ്സിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും അഡ്മിഷൻ എടുക്കാനും നിങ്ങൾക്ക് താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാം. ഒരു ഡെമോ ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം നിങ്ങൾ അഡ്മിഷൻ എടുത്താൽ മതി. അപ്പോൾ നമുക്ക് അടുത്തൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിൽ കാണുന്നത് വരെ, ദിസ് ഇസ് രേവതി കൃഷ്ണൻ സൈനിങ് ഓഫ് ഫ്രം ഇംഗ്ലീഷ് മിത്ര. താങ്ക് യു ആൻഡ് ഹാവ് എ വണ്ടർഫുൾ ഡേ. ഇന്ന് നമ്മൾ പഠിച്ചത് ഹാസിനെ പറ്റിയിട്ടും ഹാവിനെ പറ്റിയും. ഇംഗ്ലീഷ് മിത്ര ഈ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒന്ന് റിവൈസ്